എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഇന്ത്യൻ സ്വീറ്റ് റെസിപ്പിയാണ് ഞാൻ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ലഡു. പലതരത്തിലുള്ള ലഡു ഉണ്ട്. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മളെ നാട്ടിലെല്ലാം കിട്ടുന്ന ഓറഞ്ച് കളറിലുള്ള ബൂന്തി ലഡു ആണ്. അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ഒരു ബൗളിൽ 3 കപ്പ് കടലമാവ് ഇടാം. കട്ട പിടിക്കാത്ത കടലമാവാണ് ഇതിനു വേണ്ടി യൂസ് ചെയ്യേണ്ടത്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, വെള്ളം കൂടി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പരിപാടി ഒന്നും നടക്കൂല. പിന്നെ നമ്മൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് അത് നന്നായിട്ട് കട്ട കെട്ടാണ്ട് മിക്സ് ചെയ്യാന്നുള്ളതാണ്. ഞാൻ എടുത്തത് അത്യാവശ്യം വലിയ ബൗളായതുകൊണ്ട് തന്നെ ചെറിയൊരു ബൗളിലേക്ക് ഈ ഒരു ബാറ്റർ മാറ്റാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഓയിൽ ഒഴിക്കാം. ഞാൻ ഇവിടെ യൂസ് ചെയ്തത് സൺഫ്ലവർ ഓയിലാണ്. ആ ഓയിൽ നല്ലോണം ചൂടായി മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബാറ്റർ ഒരു അരിപ്പയിൽ എടുത്തിട്ട് അതിലേക്ക് ഒഴിക്കാം. ഞാനിത് ഫസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ എന്തായി തീരുന്നുള്ള ഒരു ടെൻഷൻ എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഒഴിക്കുന്ന കണ്ടിട്ട് നല്ല രസം ഉണ്ടായിരുന്നു. ഒരു സൈഡ് ഫ്രൈ ആയി കഴിഞ്ഞാൽ അടുത്ത ഭാഗം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മറിച്ചിട്ട് കൊടുക്കാം. കരിയാണ്ട് നോക്കണം കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. എനിക്ക് തോന്നുന്നു ലഡു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെയാണ് കുറച്ച് ടാസ്ക് വരുന്നത്. ഇനി വരുന്നതിൽ നമുക്ക് ചടപടയെന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ. അതിനു വേണ്ടിയിട്ട് അടുത്തത് ഒരു പാൻ എടുക്കാം. ആ ഒരു പാനിൽ 2 കപ്പ് ഷുഗർ ഇടാം. ഷുഗർ ഇട്ട് കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് വാട്ടർ ആഡ് ചെയ്യാം. ഞാനിവിടെ ഓറഞ്ച് ലഡു ഉണ്ടാക്കുന്നുണ്ട്. ആ ഒരു കളറ് അതിലേക്ക് ആഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അത് നമുക്ക് അവിടെ അതൊന്ന് തിളക്കാൻ വെക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു മിക്സി എടുത്തിട്ട് ഈ ഫ്രൈ ചെയ്തെടുത്ത സാധനത്തിനാണ് നമ്മൾ ബൂന്തി എന്ന് പറയുന്നത്. അപ്പൊ ഈ ബൂന്തി മിക്സിയിലിട്ട് ക്രഷ് ചെയ്യാം. നന്നായിട്ട് ക്രഷ് ചെയ്തേക്കരുത് കേട്ടോ, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യാം. ഈ പഞ്ചസാര പാനീയത്തിൽ ഈ ബൂന്തി ആഡ് ചെയ്യാം. ഈ ബൂന്തി ആഡ് ചെയ്തതിനു ശേഷം നന്നായി മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം 2 ടേബിൾ സ്പൂൺ ഗീ ചേർക്കാം. അത് കഴിഞ്ഞ് ഒന്ന് മിക്സ് ചെയ്ത് ഏലക്കായ് പൊടിയും കൂടി ചേർക്കാം. ഏലക്കായ് പൊടി ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യും. അടുത്തത് പിന്നെ കുറച്ച് ആർഭാടത്തിന് വേണ്ടി ആൽമണ്ട് ആണ് ഞാൻ നോക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാഷ്യൂനട്ടാണ് നല്ലത്. പക്ഷെ എൻ്റെ അടുത്ത് കാഷ്യൂനട്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അതിന് പകരം ആൽമണ്ട് യൂസ് ചെയ്യുന്നത്. അപ്പം കഴിഞ്ഞ് ഇളം ചൂടോട് കൂടി തന്നെ അത് ഉരുട്ടി ഉണ്ടയാക്കുക. ഇതുപോലെ ഉണ്ടയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് കേട്ടോ. ആക്ച്വലി ലഡു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ്. നമുക്ക് ബേക്കറിയിൽ നിന്ന് മേടിക്കുന്നതിനെക്കാട്ടിലും നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്നതായിരിക്കും. പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്തത് കൊണ്ട് കൂടുതലായിട്ട് നിൽക്കണമെങ്കിൽ അത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത്. ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അത്രയേ ഉള്ളൂ. ടാറ്റാ.